നമസ്കാരം, ഞാൻ ജയ ജോൺ. മലയാളം ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ് എന്ന ഈ ക്ലാസ്സിൻ്റെ 30ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷായും ഷായും എന്ന അക്ഷരങ്ങൾ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ സ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും അതിൻ്റെ ആ അക്ഷരം വെച്ചിട്ടുള്ള വാക്യ രൂപീകരണവുമാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും നോക്കാം. സ 2 ലൈനെ മുട്ടിച്ച് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. സ ആദ്യം നമുക്ക് സ നോക്കാം. സ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ ആദ്യം നമുക്ക് സ വെച്ചിട്ടുള്ള വാക്കുകൾ പഠിക്കാം. ഒന്നാമത്തെ വാക്ക് കസേര. കസേര എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ചെയർ. കായ് എഴുതുന്നു, എന്നിട്ട് എ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുന്നു സായിക്ക്. അപ്പോഴാണ് സേ, കസേ, കസേര. ഓക്കെ. രണ്ടാമത്തെ വാക്ക് സരള. സരള എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോ പേരില്ലേ, അതുപോലെ തന്നെ ഒരു പേരാണ് സരള എന്ന് പറയുന്നത്. സരള. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ വാക്ക് മാസം. മാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, മന്ത്. മാ സ അം. സ്വരാക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളും ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഈ ചിഹ്നങ്ങളെല്ലാം എടുത്തു പോയിരിക്കുന്നതാണ്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ പഴയ എപ്പിസോഡുകൾ എടുത്തു നോക്കിയാൽ ഓരോ അക്ഷരവും ചിഹ്നവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ എന്ന അക്ഷരം വെച്ചിട്ട് കസേര, സരള, മാസം. ഇനി അടുത്ത അക്ഷരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹ എന്ന അക്ഷരം. അത് 2 ലൈനെ മുട്ടത്തില്ല. ഹ എന്ന അക്ഷരത്തിൻ്റെ തലഭാഗം. ബാക്കി ഭാഗം, ഈ ഭാഗം 2 ലൈനെ മുട്ടുകയും ചെയ്യും. ഒന്നും കൂടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഫസ്റ്റ് പാർട്ട് 2 ലൈനെ മുട്ടുന്നില്ല, അടുത്ത പാർട്ട് 2 ലൈനെ മുട്ടുന്നു. ഇതാണ് ഹ എന്ന അക്ഷരം. ഹ എന്ന അക്ഷരം വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ വാക്കാണ് സിംഹം. സിംഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അല്ലേ, കാട്ടിലെ രാജാവ്. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിരിക്കുന്നതാണ്. സ എന്ന അക്ഷരത്തിന് ഇ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുമ്പം സി, സിംഹം. അം ചിഹ്നം കൊടുത്തു, സിം. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരം എഴുതി ഹ അം, സിംഹം. 2 സ്ഥലത്ത് അം ചിഹ്നം നമ്മൾ യൂസ് ചെയ്തു, ഒരു സ്ഥലത്ത് ഈയുടെ ചിഹ്നവും യൂസ് ചെയ്തു. അടുത്തത് രണ്ടാമത്തെ വാക്കാണ് ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ അരേനതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ നെക്സ്റ്റ് സൈസ് ഇച്ചിരി കൂടെ വലിപ്പം കൂടിയ പക്ഷി. ഹംസം. ഹംസം അത് പിക്ചറിൽ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. മൂന്നാമത്തത് വാഹനം. സോറി, വാ എന്ന അക്ഷരം എഴുതുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഈ ഭാഗം 2 ലൈനെ മുട്ടുന്നു, ഇവിടെ സ്പേസ് കുറഞ്ഞു. വാ, വാ, ഹ നം, വാഹനം. അപ്പം ഹ വെച്ചിട്ട് നമ്മൾ 3 വാക്ക് കണ്ടു. ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വേറൊരു വാക്കുകളുണ്ട്, ഹാരം എന്ന വാക്ക്. ഹാരം. ഹ ര അം. ഹാരം എന്ന് പറഞ്ഞാൽ മാല എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം 4 വാക്ക് കണ്ടു: സിംഹം, ഹംസം, വാഹനം, ഹാരം. ഇനി ഈ സായും ഹായും വെച്ചിട്ടുള്ള ചെറിയ സെന്റൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ആഹാരം അമിതമാകരുത്. അതെങ്ങനെ എഴുതുന്നു നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് നോക്കിക്കേ. ആഹാരം. ആ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ, ഹ, ര, അം. ആഹാരം. ഒരു വാക്ക് കഴിയുമ്പോൾ സ്പേസ് വിടുക. അമിതം. അമിതം എന്ന് പറഞ്ഞാൽ കൂടുതൽ. ആഹാരം അമിതമാകരുത്. അമിതം ആകരുത്. ആ, ക എന്ന അക്ഷരം ആകരുത്. ആഹാരം അമിതം ആകരുത്.
ഈ സെൻറ്റൻസിലെല്ലാം ഈ ഓരോ വാക്കുകളിലും നമ്മൾ പഠിച്ച ചിഹ്നങ്ങൾ തന്നെയാണ് കാണുന്നത്. ഹ എന്ന അക്ഷരത്തിന് ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം അം ചിഹ്നം, മായ്ക്ക് ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം അം ചിഹ്നം, ഇവിടെ ചന്ദ്രകല. ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയിരിക്കുന്നതാണ്. അടുത്തത് സിംഹം സടകുടഞ്ഞു. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്. സിംഹം നമ്മൾ കണ്ടതാണ്. സിംഹം എങ്ങനെയാണ് എഴുതുന്നത്? സിംഹം സട കുടഞ്ഞു. എന്താ ഈ സട എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള ആ കുഞ്ചി രോമത്തിനാണ് സട എന്ന് പറയുന്നത്. സട കുടഞ്ഞു. ഇരയെ കാണുമ്പം സിംഹം അതിനെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ കുഞ്ചി രോമമൊക്കെ വിടർത്തി ഓടും അല്ലേ? ആ ഇരയുടെ പുറകെ ഓടും. അതിനെയാണ് സിംഹം സടകുടഞ്ഞു എന്ന് പറയുന്നത്. ഞ പ്ലസ് ഞ, ഇവിടെ ഒരു കൂട്ടക്ഷരം വന്നിട്ടുണ്ട്, ഞാൻ എഴുതി കാണിക്കാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഞ പ്ലസ് ഞ, മഞ്ഞൾ, കുഞ്ഞ്, പഞ്ഞി എന്നൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഞ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഇവിടെ തീരുന്നു. 2 അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. സ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും. സ വെച്ചിട്ട് കസേര, സരള, മാസം. ഹ വെച്ചിട്ട് സിംഹം, ഹംസം, വാഹനം, ഹാരം എന്ന് പറഞ്ഞാൽ മാല. ഓക്കെ, ഈ 2 അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. നോക്കിക്കേ, ആഹാരം അമിതം ആകരുത്. രണ്ടാമത്തെ നോക്കിയേ, സിംഹം സടകുടഞ്ഞു. ഒരു കൂട്ടക്ഷരം വന്നിരിക്കുന്നത് ഞ പ്ലസ് ഞ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശിഥിലാക്ഷരങ്ങളിലെ അക്ഷരങ്ങൾ ഏകദേശം തീരാറായി. അടുത്ത ആഴ്ചയിൽ അടുത്ത അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ആയിട്ട് വാക്യരൂപീകരണവുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.